السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. റിയാദു സ്വാലിഹീൻ 42ാമത്തെ ബാബ്. ബാപ്പ, ഉമ്മ, അതുപോലെ ഞങ്ങളെ സ്നേഹിക്കുന്ന ആദരിക്കേണ്ട ആളുമാർ, അങ്ങനെ ഹയാത്ത് കാലത്തിൽ പിന്നെ ആ ബന്ധത്തെ തുടർന്നു കൊണ്ടുപോകണം എന്നത് വിവരിച്ചുകൊണ്ട് ആ ബാബിൽ അതിൽ രണ്ടാമത്തെ ഹദീസായിട്ട് ഹദീസ് നമ്പർ 343 നോക്ക. എന്തായിട്ട് ഹദീസിൽ ചൊല്ലത്, അങ്ങനെ ഹയാത്ത് കാലത്തിൽ പിന്നെ ബാപ്പ ഉമ്മയുടെ ഹയാത്ത് കാലത്തിൽ പിന്നെ എന്തെങ്കിലും അങ്ക് ചെയ്യേണ്ട ഗുണങ്ങളുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ചോദ്യമുണ്ട്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തായിട്ട് ഇതൊക്കെ പഠിപ്പാട്ടി കൊടുക്കുന്നത്? ഇൻഷാ അല്ലാഹ് നമുക്കത് നോക്കാം. വൻ അബി ഉസൈദ് ബിളമ്മിൽ ഹംസത്തി വഫീസിൻ മാലിക് ഇബ്നു റബീഅ അസ്സായിദി റളിയല്ലാഹു അൻഹു. അബൂ ഉസൈദ് റളിയല്ലാഹു അൻഹു ചൊല്ലത, ബൈനാ നഹ്നു ജുലൂസൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടാൻ അങ്ങ് തെറ്റുകൊണ്ടിരിക്കുമ്പോൾ ഇത് ജാഅഹു റജുലുൻ മിൻ ബനി സലമ, ബനു സലമാൻ ചൊല്ല ആ ഗോത്രത്തിൽപ്പെട്ട ഒരാള് ബന്ധു. ഫഖാല, എന്നിട്ട് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ ബഖിയ മിൻ ബിരി അബവയ്യ ഷൈഉൻ അബറുമ ബിഹി ബഅദ മൗതിഹിമ, നന്റെ ബാപ്പ ഉമ്മരെ അങ്ങനെ മരണത്തിൽ പിന്നെ അങ്ങനെ ചെയ്ത എന്തെങ്കിലും ഒരു ഗുണം, ഒരു ബിർറ്, നല്ല കാര്യം എന്തെങ്കിലും ബാക്കിയുണ്ട നബിയെ? ഫഖാല നഅം. അപ്പൊ നബി തങ്ങൾക്ക് അതെ ഉണ്ട്. അങ്ങനെ ഹയാത്ത് കാലത്തിൽ പിന്നെ ബാപ്പ ഉമ്മക്ക് ചെയ്യേണ്ട ഗുണങ്ങളുണ്ട്. അസ്സലാത്തു അലൈഹിമാ, രണ്ട്, അത് ഒന്ന്, അങ്ങനെ രണ്ടാൾക്കും ദുആറക്കൽ എന്നുള്ളത്. ബാപ്പ ഉമ്മക്ക് ദുആറക്കൽ, ഹയാത്ത് കാലത്തും ദുആറക്കണം, മരണത്തിൽ പിന്നെയും ദുആറക്കണം. അത് അങ്ക് ചെയ്ത ഗുണം. വല്ലിസ്തിഗ്ഫാറു ലഹുമാ, അങ്ക് വേണ്ടി അല്ലാഹുവിന്റെ പൊറുക്കൽ കേൾക്കണം. വഇൻഫാദു അഹദിഹിമാ മിൻ ബഅദിഹിമാ, അങ്ങനെ കാലത്തിൽ പിന്നെ അങ്ങനെ വസിയ്യത്ത് അങ്ങനെ എന്തെങ്കിലും കരാറാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ നടപ്പിലാക്കണം. ഇങ്ങനെ ആക്കണം ചെന്നിട്ട് അതാക്കണം. വസിലത്തുർ റഹിം, കുടുംബ ബന്ധത്തെ ചേർക്കണം. അല്ലത്തി ലാ തൂസലു ഇല്ലാ ബിഹിമാ, എന്റത് ആ ബാപ്പ ഉമ്മടെ കൊണ്ട് ചേർതെ ആ ഒരു കുടുംബ ബന്ധത്തെ ചേർക്കണം. വൈക്റാമു സദീഖിഹിമാ, അങ്ങനെ ചങ്ങായിമാരെ ബഹുമാനിക്കണം, ആദരിക്കണം. അതായിട്ട് അങ്ങനെ ബാബുമായി ബന്ധപ്പെട്ട വിഷയം. ബാപ്പ ഉമ്മയുടെ ഹയാത്ത് കാലത്തിൽ പിന്നെ അങ്ങ് ചെയ്യേണ്ട ഗുണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിവർ ഗുണായിട്ട് അങ്ങനെ ചങ്ങായിമാരെ ബഹുമാനിക്കുക എന്നുള്ളത്. അപ്പൊ ബാപ്പയുടെ ചങ്ങായിമാരിക്കുന്നത് ബാപ്പയുടെ ഹയാത്ത് കാലത്ത് ബാപ്പ അങ്ങോട്ട് പോയോണ്ടും പലക്കറിഞ്ഞോണ്ടും ആ ബന്ധം പുലർത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ കാലത്തിൽ പിന്നെ ഞങ്ങൾക്ക് പുലർത്തണം. ഉമ്മയുടെ ചങ്ങായിക്ക് മാറിക്കാം. അങ്ങനെ ആ ഹയാത്ത് കാലത്തിൽ പിന്നെ ആ ഒരു ബന്ധത്തെ ഞങ്ങൾ തുടർന്ന് കൊണ്ടുപോകണം. ഇതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയപ്പെട്ടു. അപ്പൊ ഞങ്ങളെ ബാപ്പ ഉമ്മരെ അങ്ങനെ ആ പിരിസത്തെ ആളുമാര് അതേപോലെ അതിൽ അങ്ങനെ ഹയാത്ത് കാലത്തിൽ പിന്നെ ആ പിരിസപ്പെട്ട ആളുമാരിന് അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ മക്കൾക്ക് വരും. ആ ഒരു ബന്ധത്തെ തുറന്നു കൊണ്ടുപോകാനാണ് നല്ലത്. അങ്ക് വേണ്ടി ദ്വാരക്ക്, അങ്ക് വേണ്ടി അള്ളാഹുവിന്റെ പൊറുക്കല് കേൾക്കുക, അങ്ങനെ കരാറാക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ വസിയത്താക്കിയിട്ട് അത് നടപ്പിലാക്കുക, അങ്ങനെ ബന്ധത്തെ ചേർത്ത് പിടിക്കുക, അങ്ങനെ ചങ്ങായിമാരെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഹയാത്ത് കാലത്തിൽ പിന്നെ ചെയ്യേണ്ട ഗുണം. അപ്പൊ അത് മാതാപിതാക്കൾക്ക് അത്ര ഉപകാരം കിട്ടു എന്നായിട്ടില്ല. അതിലെ ഗുണം അങ്ക് മരിച്ചങ്ക് കിട്ടു എന്നത് കൊണ്ടായിട്ടില്ല അല്ലെ. അത് സ്വഹാബിയുടെ ചോദ്യം തന്നെ അങ്ങനെയല്ലേ, ബാപ്പ ഉമ്മയുടെ ഹയാത്തിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും നക്ക് കൊനാക്കുക അവിടാട്ടല്ലേ അല്ലെ. അപ്പൊ അങ്ങ് കിട്ടുക ഉപകാരമായിട്ടില്ല. ഇത് മക്കൾ ചെയ്യേണ്ട ഒരു കടമ ഉറപ്പ് ഉപകാരമായിട്ടിരിക്കും. അല്ലാഹു തആല ഞങ്ങളെല്ലാം സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ, ഖൈറുടെ ആൾമാരിൽ പെടുത്തട്ടെ. ദുആ വസിയത്തോടു കൂടെ മറ്റുള്ള ആൾമാർക്കും ഈ ഞങ്ങളെ ലിങ്ക്, ചാനലിന്റെ ലിങ്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.